യെസ് ഷാജഹാൻ, ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തം ഉണ്ടായിരുന്നു. പക്ഷേ അത് പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജൻ അത് ചോദിച്ചില്ല. മാത്രമല്ല അദ്ദേഹം അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറച്ചു വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്? തന്നെ ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു വളരെ ഈ പറഞ്ഞ പോലെ ശരീരമാകെ പെരുക്കുന്ന നിലയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് അഡ്വക്കേറ്റ് അനിൽ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇനി ഇത് കൊലപാതകമാണ് എന്ന് തെളിയാൻ ഇനി എന്താണ് വേണ്ടത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറ എന്ന് പറയുമ്പോൾ ഇത് പച്ചയായത്, ഞാനൊക്കെ 1-2 ആഴ്ചക്ക് മുമ്പ് പറഞ്ഞത് കോൾഡ് ബ്ലഡഡ് മർഡർ ആയിരുന്നു എന്നുള്ളതിന് ഇനി എന്ത് തെളിവാണ് പൊതുമണ്ഡലത്തിന് മുന്നിൽ വേണ്ടത് എന്ന എനിക്ക് ചോദിക്കാനുള്ളത്. 1. 2, ഇത് കോൾഡ് ബ്ലഡഡ് മർഡർ ആയിരുന്നിട്ടും ഇത് വളരെ ഭീകരമായിട്ടുള്ള രീതിയിൽ ഇത് മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഈ വന്നിരിക്കുന്നത് എന്നും അഡ്വക്കേറ്റ് അനിലിൻ്റെ ഈ വെളിപ്പെടുത്തലിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് അവിടുത്തെ സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായി ഞാൻ പറഞ്ഞ പോലെ സത്യസന്ധനും സൽഗുണസമ്പന്നനുമായിട്ടുള്ള ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നുള്ളതിന് ഇനി എന്ത് തെളിവാണ് അതിൽ ഇനി വേണ്ടത്? ഇത് ഈ പറഞ്ഞതുപോലെ പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള പോലീസ് സർജൻ, ബന്ധപ്പെട്ട ആളുകൾ, അവരെയെല്ലാം കേസിലെ പ്രതിയാക്കി ഇനി മുന്നോട്ട് പോവുകയല്ലേ ഇനി വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് അതിഭീകരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നവീൻ ബാബു എന്നൊരു സത്യസന്ധനായിട്ടുള്ള മനുഷ്യനെ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി കണ്ണൈവൻസോടുകൂടി അയാളെ കൊന്ന് കെട്ടിത്തൂക്കിയതിന് ശേഷം അത് വെറും ഒരു ആത്മഹത്യയാക്കി മാറ്റി അതിലെല്ലാ പ്രതികളെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഹീനവും നിഷ്ഠൂരവും ആയിട്ടുള്ള ശ്രമമാണ് നടന്നത് എന്നതിൻ്റെ ഈ പറഞ്ഞതുപോലെ ചില്ലിങ് ആയിട്ടുള്ള തെളിവുകൾ ആണ് ഈ നവീൻ ബാബുവിൻ്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പുറത്ത് വിട്ടിരിക്കുന്നത്. ഇത് വലിയ ചലനം പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്.